ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊർന്ന നല്ല എരിവും പുളിയും മധുരവും ഉപ്പും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈന്തപ്പഴം മാങ്ങ അച്ചാറാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മാത്രവുമല്ല, ഇത് നമുക്ക് വീട്ടിൽ കുറച്ചധികം ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാൻ കൂടി പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടോക്കാം. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ നല്ലോണം മൂത്ത പച്ച മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ തൊലിയോടെ തന്നെയാണ് മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം ഇതാ ഈ ഒരു കടുകും ഉലുവയൊക്കെ നന്നായി വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയ ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം ഇതാ ഞാനിപ്പോൾ ഇവിടെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ 3 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ദിവസം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നല്ലെണ്ണ ചേർത്ത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കടുകും ഉലുവയൊക്കെ പൊട്ടി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പം ഈ കടുകും ഉലുവയൊക്കെ ചെറുതായി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും 1/4 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരാൻ തുടങ്ങുന്ന ഒരു പാകം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് ദിവസം അച്ചാർ ഇതുപോലെ വീട്ടിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ഈ അച്ചാറിൽ ചേർക്കുന്ന ഓരോ സാധനങ്ങളും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഒരുപാട് ദിവസം അച്ചാർ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ അച്ചാറിൽ ചേർത്ത് കൊടുക്കുന്ന ഓരോ ഐറ്റംസിലും ജലാംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഇപ്പം ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പച്ചമുളക് നല്ലോണം മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം ഇതാ പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഇതാ ഈ ഒരു മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനെഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനിപ്പം 1/4 കിലോ കുരു കളഞ്ഞിട്ടുള്ള ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്.
1/4 കിലോ ഈന്തപ്പഴത്തിന്റെ പകുതി ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടും ബാക്കി പകുതി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈന്തപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അച്ചാറിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇത് നല്ല തിക്കായിട്ടാണ് ഉള്ളത്. ഇനി ഇത് കുറച്ചുകൂടി ഇരിക്കുന്ന സമയത്ത് ഒരല്പം കൂടി ടൈറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വിനെഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടി നല്ലോണം മിക്സാക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പം മാങ്ങ മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈന്തപ്പഴവും മസാലയും ഒക്കെ മാങ്ങയിൽ നല്ലോണം പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും വിനെഗർ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ വീണ്ടും വിനെഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിനെഗർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ടോട്ടൽ ഇതിലേക്ക് 2.25 കപ്പ് വിനെഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത ശേഷം ഉപ്പ് ആവശ്യമാണെങ്കിൽ വീണ്ടും ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നല്ലോണം ചൂടാറിയ ശേഷം ജലാംശം ഒട്ടുമില്ലാതെ നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈന്തപ്പഴം മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഒരുപാട് ദിവസം വീട്ടിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ മിനിമം 2 ആഴ്ചയൊക്കെ നമുക്ക് വീട്ടിൽ ഇത് ഒട്ടും കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. ഇനിയിപ്പം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1-2 മാസമൊക്കെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.